സുഹൃത്തുക്കളെ നമസ്കാരം. പട്ടാമ്പിക്കാരന്റെ മറ്റൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മളെ പട്ടാമ്പിക്ക് ഒരു പാർക്ക് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി റെയിൽവേയുടെയും പട്ടാമ്പി പുഴയുടെയും ഇടയിൽ ഒരു വികസനം ഉണ്ടാവില്ല, അതിനൊരു സാധ്യത ഇല്ല എന്നുള്ള ആ ഒരു സ്പേസിലാണ് ഒരു പാർക്ക് കയറി വരുന്നത്. ആ പാർക്കിന്റെ ചെറിയ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് നടന്നിട്ട് അതിന്റെ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ആദ്യം ഈ സ്ഥലം ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കില്ല. കാരണം ഇത് കുറെയൊക്കെ ഇങ്ങോട്ട് കയ്യേറിയിട്ടോ അല്ലെങ്കിൽ ഇതുമാതിരി ആളുകളുടെ കയ്യിലായിരുന്നു തോന്നുന്നുണ്ട് ഈ സ്ഥലം. ഈ സ്ഥലത്തിനെ തിരിച്ചെടുത്തിട്ടാണോ എങ്ങനെയാണോ അതിന്റെ ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല. പക്ഷെ ഇത്രയും സ്പേസ് ഇവിടെ വന്നത് തന്നെ എന്തെങ്കിലും ഇതിന്റെ ബാക്കിൽ ഉണ്ടായിരിക്കും. അതെന്തെങ്കിലും അറിയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ആക്കിയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഈ ഭാഗത്തുണ്ടല്ലോ കുട്ടികൾക്ക് കളിക്കാനും അതുമാതിരി ഓപ്പൺ ജിമ്മ് സംഭവങ്ങളാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ജിമ്മിനെ അല്ല ഇപ്പൊ കണ്ടോ, ഇങ്ങനത്തെ കുറെ സംഭവമൊക്കെ പിന്നെ നമ്മൾ തലി കുത്തി വീഴാന്നാവുക സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറെ സംഭവങ്ങളുണ്ട് ഇതിന്റെ ആ സൈഡിലേക്കൊക്കെ നടന്നു കഴിഞ്ഞാലേ കുറെ ഭാഗങ്ങൾ കാണിക്കാനുണ്ട്. ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഏത് ഭാഗത്തെന്ന് പറഞ്ഞിട്ടാ നമ്മുടെ കമാനം ഉണ്ടല്ലോ, മേലവട്ടമിന്ന് വരുമ്പോ റെയിൽവേ കമാനം. ആ കമാനത്തിന്റെ അവിടെ നിന്ന് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങണ ഒരു ഗ്യാപ്പ് കണ്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിലാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. ഇതിന്റെ ഒരു ചെറിയൊരു ടാസ്ക് ഞാൻ ഇവിടെ ഒന്ന് കാണുമ്പോ, ഇത്രയും ഇത് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാലേ ഇതിലേക്ക് വാഹനങ്ങൾ നിർത്താനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കാണണം. അത് മുന്നിലുള്ള സ്പേസ് അത് കുറച്ച് കുറവാണ്. പുതിയ പാലം വന്ന് ചേർന്നതിന്റെ അവിടുന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും ഈ പാർക്കിലേക്ക്. ഇതിന്റെ ഒരു രസം എന്ന് വെച്ചാല് പട്ടാമ്പി ഏരിയയിൽ വന്നിട്ട് ഇപ്പൊ ഷോപ്പിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ വന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് ഷോപ്പിങ്ങിന് ബാക്കി ആൾക്കാർക്ക് ഒരു ബോറടിക്കില്ല. കുട്ടികളെനൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇറുകി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. നമ്മള് ഏത് വലിയ വലിയ തുണിക്കടകളും കാര്യങ്ങളും ജ്വല്ലറികളൊക്കെ പട്ടാമ്പിക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ കുട്ടികളെ 2-3 ആൾക്കാർ മാത്രം ഷോപ്പിൽ കയറും, ബാക്കിയുള്ള ആൾക്കാർ വാഹനത്തിന്റെ ഉള്ളിൽ AC ഇട്ട് ഇരുന്നിട്ട് ആകെ വെറുപ്പിടിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് പട്ടാമ്പിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാല് ഉപകാരപ്പെടും പറയാൻ കാരണം ഇവിടെ വന്നിട്ട് വെച്ചാൽ കാറ്റും കൊണ്ടിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഭാഗത്തേക്കാണ് കുറച്ചുകൂടി നടക്കേണ്ടത്. കുറച്ച് ദൂരം ഏരിയയിൽ നടക്കാണ്ട് കേട്ടോ. അത് നടന്നിട്ട് നമുക്ക് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കമ്പികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ചുമരില് നല്ല രീതിയിൽ കളർ പെയിന്റിങ്ങിൽ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതായത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. അതുപോലെ ഇതിന്റെ അവിടുന്ന് നമ്മളിപ്പോ പാലം കടന്നു വരുന്ന വഴിക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു സ്ഥലം എവിടെ നമുക്ക് മനസ്സിലാവും. കളറിന്റെ നമ്മളെ മാങ്ങാട്ടുവളം ഉണ്ടല്ലോ, മുന്നേ കാണിച്ചൊരു വീഡിയോയിൽ മാങ്ങാട്ടുവളത്തിന്റെ ഗ്രില്ലും ഏകദേശം ഇതേപോലെ കളർ ചെയ്തിട്ടാണ്. ഈ ഗവൺമെന്റ് പ്രൊജക്ട് മുഴുവൻ ഇങ്ങനെ കളർ ചെയ്തിട്ടാണോ എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. സംഭവം ഇതേപോലത്തെ ഒരു കോപ്പിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇനിയിപ്പോ ആ കോൺട്രാക്ടറാണ് ഇത് ചെയ്തിരിക്കണത് എന്നുള്ളത് എനിക്കറിയില്ല. സംഭവം എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇതൊക്കെ കാണുമ്പോ. ഏകദേശം അതുപോലെ ഉണ്ട് എന്നുള്ളത്. 1,40,00,000 രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പാർക്കിന്റെ